നമ്മൾ കാണുന്ന മറ്റൊരു ഡെറിവേഷനാണ് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത്. ഡെപ്തിനനുസരിച്ച് അല്ലേ, കുഴിയിലേക്ക് പോകുമ്പോൾ, താഴ്ചയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഗ്രാവിറ്റിയുടെ വാല്യൂ മാറുന്നത്. എഗെയിൻ നമ്മൾ എർത്തിന്റെ സർഫസ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയാണ് ഭൂമിയുടെ സർഫസ്. അപ്പോൾ നമ്മൾ കുഴി കുഴിക്കുന്നുണ്ട്, എന്താണ് ആ ഡെപ്തിന്റെ റേഡിയസ് നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പോൾ ജി ഡി എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റി ഇൻ ദ ഡെപ്ത്, ജി എന്ന് പറയുന്നത് എർത്തിന് സർഫസിലുള്ള ഗ്രാവിറ്റി. അപ്പോൾ ഇവിടെ നമ്മുടെ ഡെപ്തിന്റെ ആ ഒരു ഹൈറ്റ് ആണ് ഡി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ഇക്വേഷനിലേക്ക് വരണം അല്ലേ. സോ ഹിയർ വി ഹാവ് ടു അസ്യൂം എർത്ത് ആസ് എ സ്ഫിയർ. എർത്തിന് നിങ്ങൾ എന്താണ് കൺസിഡർ ചെയ്യണം, സ്ഫിയർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അവിടെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. അവിടെ ഉള്ള ഡെൻസിറ്റി എന്ന് പറയുന്നത് യൂണിഫോം ഡെൻസിറ്റി ആണ്, ദാറ്റ് ഈസ് ആർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞ ഇതാണ്, മാസ് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ മാസ് എന്ന് പറഞ്ഞാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. നമുക്കറിയാലോ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന ഇക്വേഷനിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം, ഇക്വേഷൻ അറിയാലോ. സോ അതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മാസ് ഓഫ് ദി എർത്ത് എന്തായിരിക്കും, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആയിരിക്കും. ഇനി നമുക്ക് അതിന്റെ ഇക്വേഷനിലേക്ക് വരണം. അപ്പൊ മാസ് ഇസ് ഈക്വൽ ടു വോളിയം, എർത്തിന്റെ വോളിയം നമുക്ക് സ്ഫിയർ ആണ്. സോ വോളിയം ഓഫ് സ്ഫിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ വോളിയം ഓഫ് സ്ഫിയർ, 4/3 πr³ അല്ലെ. വോളിയം ഓഫ് സ്ഫിയർ ആണ് അപ്ലൈ ചെയ്യുന്നത്. എന്താണ് വോളിയം ഓഫ് സ്ഫിയർ, വോളിയം ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത് 4/3 πr³ ഇൻറ്റു ഡെൻസിറ്റി ആണ് നമ്മൾ റോ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്, റോ ഡെൻസിറ്റി. ഇനി അത് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുക. നൗ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ എർത്ത് സർഫസ് എന്താണ് നമുക്കറിയാം, G is equal to gm/r². അതിനെ ഇക്വേഷൻ 2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് വന്നിട്ടുണ്ട്, മാസ് ഓഫ് ദി എർത്തിനും അതുപോലെ തന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്കും. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാമോ, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ 1 നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ചെയ്താലോ, അപ്പോൾ എന്തായിട്ട് മാറും, G is equal to ക്യാപിറ്റൽ G ഇൻറ്റു എമ്മിന് പകരം എന്ത് കൊടുക്കുക, 4/3 πr³ ഇൻറ്റു റോ ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട് താഴെ ഒരു r² എന്നൂടെ ഉണ്ട്. അപ്പോൾ അതിവിടെ കൊടുക്കുക r². അപ്പോൾ ഈ r എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണല്ലോ. അപ്പോൾ ക്യാപിറ്റൽ R ആണ്. അപ്പോൾ ഈ r² ഇവിടെ കട്ടായി പോകും. പകരം ഇവിടെ 6 മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ ബാക്കി ഇനിയിപ്പോൾ എന്തുണ്ട്, നമുക്ക് മുകളിൽ ബാക്കിയുള്ളത് 6 മാത്രമാണ്. ഇവിടെ നമുക്ക് മായ്ച്ച് എഴുതാമല്ലോ, അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, അവിടെ 6 മാത്രമേ ഉള്ളൂ അല്ലേ. സോ അതിന് 6 എന്ന് എഴുതാം. മനസ്സിലായോ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം, ബാക്കി വന്നതിനെ മാത്രം നമുക്കൊന്ന് റൈറ്റ് ചെയ്യാം. എങ്ങനെ എഴുതാം, അപ്പം അതിനെ 4/3 എന്ന് നമ്മൾ ആദ്യം നമ്പർ എടുക്കുന്നു, അതുപോലെ പൈ ആദ്യം എഴുതുന്നു, അതിനുശേഷം ബാക്കിയുള്ളവരൊക്കെ ഒരുമിച്ച് എഴുതാം. G ഉണ്ട്, R ഉണ്ട്, റോ ഉണ്ട് അല്ലേ. അപ്പം അതിനെ ഒരുമിച്ച് എഴുതാം, 4/3 π ഇൻറ്റു G ഇൻറ്റു R ഇൻറ്റു റോ. ഇതാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. നമുക്കിതിനെ എന്തായാലും എടുക്കാം, വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. നമ്മൾ മാസ് ഓഫ് ദി എർത്ത് കൺസിഡർ ചെയ്യുന്നു, ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എടുക്കുന്നു. അവിടെ ഈ മാസിന്റെ വാല്യൂ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് സ്മോൾ g എന്തായി മാറുന്നത്, 4/3 π ഇൻറ്റു G ഇൻറ്റു R ഇൻറ്റു റോ ആയിട്ട് മാറുന്നത്. ഇനി ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് അല്ലെ, ഒരു ഡെപ്തിലേക്ക് നമ്മൾ പോകുമ്പോൾ D എന്ന് പറഞ്ഞ ഡെപ്ത് എടുക്കുവാണെങ്കിൽ അവിടുത്തെ വാല്യൂ എന്തായിരിക്കും, എന്ത് മാറ്റം വരാൻ പോകുന്നേ, റേഡിയസിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യേണ്ടി വരും, ഡെപ്ത് മൈനസ് ചെയ്യണം. സോ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു ചേഞ്ച് സംഭവിക്കുമല്ലോ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എന്താ എഴുതേണ്ടത്, G is equal to സെയിം ഇക്വേഷൻ തന്നെ, പക്ഷെ ഇവിടെ R സ്ഥാനത്ത് മാറ്റി കൊടുക്കാം. സോ വി വിൽ റൈറ്റ് ഇറ്റ് ആസ് 4/3 π ഇൻറ്റു G ഇൻറ്റു അടുത്തത് നിങ്ങൾ നോക്കിയാൽ കാണാം R ആണ്, റേഡിയസ് ആണ് മൈനസ് ചെയ്യേണ്ടത്. സോ എങ്ങനെ എടുക്കണം, R - D ഇൻറ്റു റോ. സോ ഇതാണ് നമുക്ക് ഫൈനലി ഇപ്പോൾ വന്നേക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെപ്ത് കൺസിഡർ ചെയ്യുമ്പോൾ. സോ അറ്റ് ഡെപ്ത് D ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്, അറ്റ് ഡെപ്ത് D. അപ്പോൾ ജിയുടെ ഒരു വാല്യൂ നമ്മൾ എഴുതി അല്ലേ. ഇനി നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്, വി ക്യാൻ ഡിവൈഡ് ഇക്വേഷൻ 4 ബൈ ഇക്വേഷൻ 3.
ഇക്വേഷൻ 4നെ ലെറ്റ്സ് ഡിവൈഡ് ബൈ ഇക്വേഷൻ 3. അപ്പോൾ ഇവിടെ ഡെപ്ത് ആയതുകൊണ്ട് ജി ഡി എന്ന് എടുക്കുക കേട്ടോ. ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് ജിയുടെ വാല്യൂ കണ്ടിട്ടുണ്ട്, രണ്ടിനെ കൂടി ഡിവൈഡ് ചെയ്യാൻ പോവാണ്. സോ ജി ഡി ബൈ ജി ഇസ് ഈക്വൽ ടു എന്താണ്, കോമൺ ടേംസിലേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ളത് മാത്രം എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ ആർ മൈനസ് ഡിയും ഉണ്ട്, താഴെ തേർഡ് ഇക്വേഷനിൽ ആറും ഉണ്ടാവും. സോ വെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് എന്താണ്, ആർ മൈനസ് ഡി ബൈ ആർ. ബാക്കിയെല്ലാം കോമൺ ഫാക്ടേഴ്സ് അല്ലേ, സോ ദേ വിൽ ബി ക്യാൻസൽഡ് ഓഫ്. സോ ഇനി നമുക്ക് ഇവിടെ എന്താ വേണ്ടത് നോക്കിക്കേ, കോമൺ ആയിട്ട് ആർ ഉണ്ട്, അതിന് നമ്മൾ എന്ത് ചെയ്യും, മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1 മൈനസ് ഡി ബൈ ആർ. ഇത് നിങ്ങൾക്ക് സംശയം നിങ്ങളൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി, ഇതേ ഫോർമാറ്റ് തന്നെ കിട്ടും. സോ ഫൈനൽ ഇക്വേഷനിലേക്ക് വന്നു, എന്താ കിട്ടിയേക്കുന്നത്, നമുക്ക് ജി ഡി അല്ലേ വേണ്ടത്, ജി ഡി അവിടെ നിർത്തുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്തെ എന്താ വരുന്നത്, ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. സോ ദിസ് ഇസ് ദ ഫൈനൽ ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ വന്നല്ലേ. സോ ഗ്രാവിറ്റേഷൻ്റെ വാല്യൂ, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് ഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു 1 മൈനസ് ആ ഡെപ്ത് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദി എർത്ത്. ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ ആ ഡെപ്തിൽ ആ കുഴിയിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റി അല്ലേ എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. സോ ഫ്രം ദിസ് എബവ് ഇക്വേഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് വെൻ ഡെപ്ത് ഇൻക്രീസസ്, ഡെപ്ത് കൂടിയാൽ വെൻ ഡെപ്ത് ഇൻക്രീസസ്, ഡെപ്ത് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മുടെ ഗ്രാവിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദി എർത്തിൽ രണ്ട് കണ്ടീഷൻസ് നമ്മൾ കണ്ടു അല്ലേ, അറ്റ് എ ഹൈറ്റ് എച്ചും കണ്ടു, പിന്നെ ഡെപ്ത് ഡിയും കണ്ടു. അപ്പോൾ രണ്ടിൻ്റെയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ +1 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുവാണെങ്കിൽ ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡെറിവേഷനായിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് ആയിരിക്കും ഒരു 4 മാർക്കിന് ഡെറിവേഷനായിട്ട് വരാൻ പോകുന്നത്. ഇത് പഠിച്ചാലുള്ള കൂടെ നിങ്ങൾക്ക് പ്രോബ്ലം സെക്ഷൻസും കുറച്ചും കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. മൂവിങ് ടു a നെക്സ്റ്റ് കൺസെപ്റ്റ്, ഇവിടെ നമ്മൾ പറഞ്ഞ അതേ വാല്യൂസിൽ കൊടുത്തിട്ടുണ്ട്, ഡെപ്ത് കൂടുമ്പോൾ ജി കുറയുന്നു. കമ്മിങ് ടു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്നാൽ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. എന്താ പൊട്ടൻഷ്യൽ എനർജി, എനർജി ദാറ്റ് ഈസ് ഫെൽറ്റ് വെൻ എൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ റെസ്റ്റ്, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പൊസിഷനിൽ ഒരു ഹൈറ്റിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന എനർജിയാണ് എന്ത്, പൊട്ടൻഷ്യൽ എനർജി. അതിനൊരു ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷൻ വാല്യൂ, ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ്, mgh എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നാണ്. ആ വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി അറ്റ് എ പോയിന്റ് ഇസ് ഡിഫൈൻഡ് ആസ് the amount of work done in bringing the body from infinity to that point without any acceleration. അതായത് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, എന്തുമാത്രം വർക്ക് ചെയ്യുമ്പോഴാണ്, ഇപ്പോൾ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല, ഇൻഫിനിറ്റിയിൽ നിൽക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇടുന്നു, എന്തോരം വർക്ക് ചെയ്യുന്നു, ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇസ് കൺസിഡർഡ് ടു ബി ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഇനി എന്തായിരിക്കും ഈ ഒരു ടേമിന് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള വ്യത്യാസം? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയും സെയിം ആണോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, അതെങ്ങനെയാണ് ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്നും വ്യത്യാസപ്പെടുന്നതെന്ന് മിസ് പറയാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഇതാണ്, അതായത് ഇൻഫിനിറ്റിയിൽ നിൽക്കുന്ന ഒരു വസ്തുവിനെ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ആക്സിലറേഷൻ ഒന്നും കൊടുക്കാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. എങ്ങനെയാണ്, ബൈ ബ്രിങ്ങിങ് എ യൂണിറ്റ് മാസ്. ആ യൂണിറ്റ് മാസിനെ എന്ത് ചെയ്യുന്നു, ഇൻഫിനിറ്റിയിൽ നിന്നും ആ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ എന്തിടുന്നില്ല, ആക്സിലറേഷനും ഒന്നും നമ്മൾ അവിടെ എക്സേർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന വർക്ക് ഡൺ നമുക്ക് എന്ത് പറയാം, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താ, നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഡെറിവേഷനും നമ്മൾ എന്താ വ്യത്യാസം നോക്കിക്കേ. ഇവിടെ നമ്മൾ പറഞ്ഞത് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് മാസ്, യൂണിറ്റ് മാസ് അവിടെയാണ് നമ്മൾ നോക്കേണ്ടപ്പോൾ ഈ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. അതായത് മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. മനസ്സിലായോ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കേസ് എടുക്കുമ്പോൾ മാസ് 1 ആയിരിക്കും, യൂണിറ്റ് വാല്യൂ എടുക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കേസിൽ അങ്ങനെയല്ല. ഇൻ ബ്രിങ്ങിങ് ദാറ്റ് ബോഡി, അതിൻ്റെ മാസിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല.
മാസ് കൃത്യമായിട്ട് യൂണിറ്റി ആണെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഫൈൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. നമ്മളിപ്പോൾ പറഞ്ഞ അതേ കൺസെപ്റ്റ് ആണ്. രണ്ടിൻ്റെയും ഡെഫിനേഷൻ നിങ്ങൾ എടുത്തെഴുതുമ്പോൾ ആ വ്യത്യാസം എന്താണെന്ന് ആദ്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയണം അല്ലേ? ഏതാണ് യൂണിറ്റ് മാസ് ഉള്ളത്, ഏതാണ് വെറുതെ വർക്ക് ഡൺ ചെയ്തുകൊണ്ട് ഇൻഫിനിറ്റി ഉള്ള ഒരു വസ്തുവിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത് വിത്തൗട്ട് എനി ആക്സലറേഷൻ. രണ്ടും കൺസെപ്റ്റ് ഒന്നാ. പക്ഷെ മാസ് 1 വരുമ്പോഴാണത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ മാത്രമായിട്ട് മാറാനായിട്ട് പോകുന്നത്. സോ അതിനെപ്പറ്റി ഇനി മിസ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ക്ലിയർ ആണെന്ന് ചെയ്യുന്നത്. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യലിന്റെ മാസ് എന്തായിരിക്കും? മാസ് വിൽ ബി യൂണിറ്റി. ദാറ്റ്സ് ദ മേജർ ഡിഫറൻസ്. ഓക്കെ, സോ നോക്കിക്കേ, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് മാസ് m at distance r from the center of the earth എന്ന് പറഞ്ഞാൽ അവിടെ എക്സേർട്ട് ചെയ്യപ്പെടുന്ന വെയിറ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് അതിനായിട്ട് വർക്ക് ഡൺ ആയിട്ട് എടുക്കാം. ഈ വർക്ക് ഡൺ നമ്മൾ നോട്ട് ചെയ്യുന്ന സിമ്പിൾ ക്യാപിറ്റൽ W അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് GMM/r. ഓക്കെ, സോ മൈനസ് GMM/r. ലെറ്റ് ഇറ്റ് ബി ദ ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്, ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് r from the center of the earth. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അവിടെ മാസ് പോയി. കാരണം എന്താ? ഇവിടെ മാസ് 1 അല്ലേ? സോ അതുകൊണ്ട് m എന്നുള്ള ലെറ്റർ ഇവിടെ ഇല്ല. സോ നമുക്ക് എന്ത് കിട്ടി? W എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറി? ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് GM/r. ദാറ്റ് ഈസ് സെക്കൻഡ് ഇക്വേഷൻ. സോ ഹിയർ ഫസ്റ്റ് ഇക്വേഷൻ ഷോസ് gravitational potential energy and the second equation shows gravitational potential. ഇപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പോൾ ഡിഫറൻസ് എഴുതാൻ പറയുമ്പോൾ ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ പോരാ, ഈ ഇക്വേഷൻ കൂടെ എഴുതുക. സോ ഇറ്റ് വിൽ ബി വെരി ക്ലിയർ. ഓക്കെ, നൗ from the equation it is clear that gravitational potential energy depends on mass of the body. അപ്പോൾ ഓർത്തോ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാ? ഒരു വസ്തുവിന്റെ മാസിനെയാണ് കേട്ടോ. ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ്. അപ്പോൾ അത് നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു മാത്രം ഓർക്കുക. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യാത്ത? ബിക്കോസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ അവിടെ ആ ബോഡിയുടെ മാസ് എന്തായിരിക്കും? യൂണിറ്റി ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഫൈൻ. Now let's have a look at escape velocity. ഈ ഒരു ചാപ്റ്ററിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് എസ്കേപ്പ് വെലോസിറ്റി എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ എസ്കേപ്പ് സ്പീഡ് എന്താണെന്ന് ആദ്യം അറിയണം. എന്നാലേ വെലോസിറ്റിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുള്ളൂ. നോക്കാം. The minimum speed with which a body is projected so that it never returns to the earth. അപ്പോൾ എന്തുമാത്രം ഒരു മിനിമം സ്പീഡ് അക്വയർ ചെയ്തിട്ടാണ് ഒരു ബോഡി പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ഒരിക്കലും പിന്നെ തിരിച്ച് എങ്ങോട്ടേക്ക് വരാൻ പാടില്ല? ആ എർത്തിലേക്ക് പിന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാതിരിക്കാനായിട്ട് എന്തുമാത്രം എനർജിയാണ് മിനിമം അവിടെ വേണ്ടത് ആ ബോഡി പ്രൊജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ? അതിനെയാണ് എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. എസ്കേപ്പ് സ്പീഡ് ഇസ് ഓൾസോ നോൺ ആസ് എസ്കേപ്പ് വെലോസിറ്റി. രണ്ടും ഒന്നാണ് കേട്ടോ. എസ്കേപ്പ് വെലോസിറ്റിയും എസ്കേപ്പ് സ്പീഡും ഒന്ന് തന്നെയാണ്. ഓർക്കേണ്ടത് ഇതാണ്, ഇറ്റ് ഈസ് എ മിനിമം സ്പീഡ്. അത് ഉപയോഗിച്ച് ആ ബോഡി എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് പ്രൊജക്റ്റഡ്. ഇനി അങ്ങനെ പ്രൊജക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശം എന്താണ്? ഇറ്റ് വിൽ നെവർ റിട്ടേൺ ടു ദി എർത്ത്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കണം. ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടു പോയ ആ വസ്തു തിരിച്ചൊരിക്കലും ഭൂമിയിലേക്ക് തിരിച്ചു വരില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? വി ആർ ഗോയിങ് ടു ഹാവ് എ ലുക്ക് അറ്റ് ദ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് സ്പീഡ്. അതിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് അത് നമുക്ക് നോക്കിയാലോ. സോ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് വെലോസിറ്റി, അതിൽ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ദ ഫോഴ്സ് ഓൺ എ മാസ് m അറ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം ദ സെൻറ്റർ ഓഫ് ദി എർത്ത്. നമുക്ക് എഫിനൊരു ഇക്വേഷൻ അറിയാം അല്ലേ? എന്താണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ? എഫ് ഇസ് ഈക്വൽ ടു GMM/r² അല്ലേ? അതാണ് നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വഴി. ഇനി വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഫോർ ഗിവിംഗ് എ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് dr? എന്തായിരിക്കും അവിടെയുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഈക്വലന്റ് ടു dW അല്ലേ? dWന് എന്താണ് വാല്യൂ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ്
GMM/R² ഇൻറ്റു DR അല്ലേ? അങ്ങനെ ആവുമ്പോൾ നമുക്ക് we have to find out the work done in taking the body to infinity from the surface of the earth. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യണം അല്ലേ? സോ W എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ദ ഇൻ്റഗ്രൽ ഫ്രം ദ R റേഡിയസ് ആണ് ടു ഇൻഫിനിറ്റി. എന്താണ് നമുക്കിവിടെയുള്ള വാല്യൂ? അതായത് GMM ഡിവൈഡഡ് ബൈ R² ഇൻറ്റു DR. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു വാല്യൂ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആൻസറിലേക്ക് വരണം. So when we integrate, we will get the value for W as W is equal to അവിടെ ഇൻ്റഗ്രേഷനൊക്കെ അപ്ലൈ ചെയ്യുക. സോ GMM കോൺസ്റ്റൻ്റ് നമ്മൾ പുറത്തെടുക്കുന്നു. ഇനി ബാക്കി നമുക്ക് അവിടെ എന്താ ഉള്ളിൽ വരാൻ പോകുന്നത്? വി വിൽ ഗെറ്റ് -1/R. എന്നിട്ട് അവിടെ എന്തൊക്കെയാണ് വാല്യൂസ്? R to ഇൻഫിനിറ്റി അല്ലേ? സോ ആറും ഇൻഫിനിറ്റി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് GMM അങ്ങനെ തന്നെ ഉണ്ട്. ആറും ഇൻഫിനിറ്റി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ 1/∞ മൈനസ് 1/R. സോ എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് പുറത്ത് വരുന്നുണ്ട്. സോ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? നമുക്കറിയാമല്ലോ 1/∞ നമ്മൾ 0 ആയി പോകും. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് -GMM ഡിവൈഡഡ് ബൈ R. -GMM/R ആണ് നമുക്ക് കിട്ടാൻ പോകുന്ന W എന്ന് പറയുന്നത്. സോ ലെറ്റ് ആ ഒരു വാല്യൂ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി ദിസ് എനർജി ഈസ് ഗിവൺ ഇൻ ദ ഫോം ഓഫ് കൈനറ്റിക് എനർജി അല്ലേ? സോ കൈനറ്റിക് എനർജി ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ, 12 mv² എന്നാണ്. ഇവിടെ വിനെ നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി എടുക്കുമ്പോൾ നമുക്ക് VE എന്ന് എടുക്കാം. VE ഇസ് ദ എസ്കേപ്പ് വെലോസിറ്റി. നമ്മൾ അതാണ് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ദിസ് എനർജി ഈസ് ഗിവൺ ഇൻ ദ ഫോം ഓഫ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 12 mv². സോ VE എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എസ്കേപ്പ് സ്പീഡാണ്. സോ ഇത് രണ്ടും കൂടി നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടാൻ പോകുന്നത്? 12 mve², അതായത് എസ്കേപ്പ് വെലോസിറ്റി സ്ക്വയർ ഇസ് ഈക്വലന്റ് ടു എന്താണ് നമുക്കിവിടെയുള്ള വാല്യൂ? GMM/R. അവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴേക്കും അത് പോസിറ്റീവായിട്ട് മാറുന്നുണ്ട്. കാരണം എന്താണ്? ഈ നെഗറ്റീവ് മാറി ഇവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ വണ്ണിൽ പോസിറ്റീവ് വാല്യൂ ആണ് അല്ലേ? സോ ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരണം? ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ് GMM/R. ഇനി കോമൺ ടേമിനെ കട്ട് ചെയ്ത് കളയുക. ഇവിടെ എന്താണ് കോമൺ ടേം എന്ന് പറയുന്നത്? വി ഹാവ് എ കോമൺ ടേം ഹിയർ. M കട്ട് ചെയ്ത് കളയുന്നു. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എസ്കേപ്പ് വെലോസിറ്റി വാല്യൂയിലേക്കാണ് വരാൻ പോകുന്നത്. സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എസ്കേപ്പ് വെലോസിറ്റി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലൻ്റ് ആണ്? ഇറ്റ് ഈസ് ഈക്വലൻ്റ് ടു 2GM/R. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ എസ്കേപ്പ് വെലോസിറ്റി? √2GM/R എന്ന് വരും അല്ലേ? സോ എസ്കേപ്പ് വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? എസ്കേപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ VE ഇസ് ഈക്വൽ ടു √2GM ഡിവൈഡഡ് ബൈ R. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 1. നമുക്കത് ഇക്വേഷൻ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് എസ്കേപ്പ് സ്പീഡ് കിട്ടി. ഇനി ആസ് പെർ ദ ഗ്രാവിറ്റേഷൻ പ്രകാരം സ്മോൾ ജിയുടെ വാല്യൂ എന്താണ്? വാട്ട് ഇസ് ദ വാല്യൂ ഫോർ സ്മോൾ ജി? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സ്മോൾ ജിയുടെ വാല്യൂ. വി നോ സ്മോൾ ജി എന്ന് പറഞ്ഞാൽ ആക്ച്വലി വാട്ട് ഇസ് സ്മോൾ ജി? ആക്സലേഷൻ ടു ഗ്രാവിറ്റി ഓഫ് ദ എർത്ത് അല്ലേ? അപ്പോൾ സ്മോൾ ജിക്ക് നമുക്ക് എന്ത് ഇക്വേഷൻ കൊടുക്കാം? ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ് GM/R² എന്നാണ് അല്ലേ? GM/R². സോ നമുക്കത് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നമുക്ക് GM-യുടെ ഇക്വേഷൻ എടുക്കാം. എന്തായിരിക്കും അപ്പോൾ GM? ഇതിൽ നിന്ന് GM എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കിട്ടി? ക്രോസ് മൾട്ടിപ്ലൈ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് G × R². ശരിയല്ലേ? സോ GR² എന്ന് കിട്ടും. GM is equal to GR² എന്ന് കിട്ടും. സോ കൺസിഡർ ഇറ്റ് ആസ് ഇക്വേഷൻ 2. സോ ഇക്വേഷൻ 1-ലെ GM-ന്റെ സ്ഥാനത്ത് ഇവിടെ GR² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്തായിട്ട് മാറും? ഇറ്റ് ചേഞ്ചസ് അഗെയിൻ അല്ലേ? എന്തായിട്ടാണ് മാറാൻ പോകുന്നത്? അത് മാറാൻ പോകുന്നത് മറ്റൊന്നുമായിട്ടല്ല. എന്താണ്? √2 GM-ന് പകരം എന്ത് നമുക്ക് എഴുതാം? G × R² അല്ലേ? അപ്പോൾ GR² എന്നാണ് വരാൻ പോകുന്നത്. എന്താണ്? GR² ഡിവൈഡഡ് ബൈ R.
അപ്പോൾ ആർ ആൻഡ് ആർ ഗെറ്റ് ക്യാൻസൽഡ്. സോ നമുക്ക് എന്ത് കിട്ടും? ഫൈനലായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് എസ്കേപ്പ് വെലോസിറ്റി വി ഇ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു √2rg എന്നാണ്. 2rg. ദിസ് ഇസ് അവർ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി അഥവാ എസ്കേപ്പ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്തായിട്ട് കിട്ടി? √2rg. ഓക്കെ, ക്ലിയർ ആണോ? ഇതെല്ലാവരും പഠിക്കണം കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ. So this escape velocity is estimated to be 11.2 km/s on the earth. അപ്പോൾ 11.2 km/s ആണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് എർത്തിൽ. പക്ഷേ മൂണിൽ ചെല്ലുമ്പോൾ എസ്കേപ്പ് വെലോസിറ്റി സെയിം ആണോ? സെയിം അല്ല. അവിടെ ഗ്രാവിറ്റി വ്യത്യാസമില്ലേ? 6 times കുറവാണ് അവിടെ ഗ്രാവിറ്റി. അതുകൊണ്ട് തന്നെ അവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി എന്താണെന്ന് നോക്കിക്കേ, 2.3 km/s. പെട്ടെന്ന് അവിടെ എസ്കേപ്പ് ചെയ്ത് പോകാൻ സാധിക്കും. ഓർക്കേണ്ട ഒരു പ്രധാന പോയിന്റ് ഇതാണ്, എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ഓഫ് ദി എസ്കേപ്പിംഗ് ബോഡി. എസ്കേപ്പ് ചെയ്യുന്ന ബോഡിയുടെ മാസ് അവിടെ എസ്കേപ്പ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ മാസ് അനുസൃതമായിട്ടല്ല എസ്കേപ്പ് വെലോസിറ്റി വരുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? സോ യു ഹാവ് ടു ലേൺ വാട്ട് ഈസ് എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഇറ്റ്സ് എക്സ്പ്രഷൻ. ഓക്കെ ചിൽഡ്രൻ, ഫൈൻ. മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്. എന്തുകൊണ്ടാണ് മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത്? വൈ ദർ ഇസ് നോ അറ്റ്മോസ്ഫിയർ ഓൺ മൂൺ? നമുക്കറിയാം അവിടെ എസ്കേപ്പ് വെലോസിറ്റി എത്രയാണെന്നാണ് പറഞ്ഞത്? 2.3 km/s എന്നാണ് പറഞ്ഞത് അല്ലേ? അതുകൊണ്ട് തന്നെ അവിടെ RMS വെലോസിറ്റി, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് വാല്യൂ. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ ഹയർ ആണ് അവിടെ RMS വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസ് മോളിക്യൂൾസ് മൂണിൻ്റെ സർഫസിൽ നിന്ന് എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ചെയ്തു പോകും. മനസ്സിലായോ? സോ എന്തുകൊണ്ടാണ് മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ എസ്കേപ്പ് വെലോസിറ്റിയും RMS വെലോസിറ്റിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആൻസർ എഴുതാൻ മറക്കരുത് കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫെമിലിയർ ആയ ഒരു ടോപ്പിക്കാണ് എർത്ത് സാറ്റലൈറ്റ്സ് അല്ലേ? സാറ്റലൈറ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. എന്താണ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്? ഉപഗ്രഹങ്ങളാണ് അല്ലേ? ഉപഗ്രഹങ്ങൾ. മൂൺ ഇസ് ദ നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂമിക്ക് ഒരേ ഒരു മാൻമെയ്ഡ് നാച്ചുറൽ സാറ്റലൈറ്റേ ഉള്ളൂ, അത് മൂണാണ്. ഇത് കൂടാതെ ഒരുപാട് മാൻമെയ്ഡ് സാറ്റലൈറ്റ്സ് ഉണ്ട് അല്ലേ? എഡ്യുസാറ്റ് പോലെ, ഇൻസാറ്റ് പോലെ, ആര്യഭട്ട പോലെ ഒരുപാട് മാൻമെയ്ഡ് സാറ്റലൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഉപഗ്രഹങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇറ്റ് ഗോസ് റൗണ്ട് ദ എർത്ത് ഇൻ അബൌട്ട് 27.3 days, almost in a circular orbit of radius 3.84 into 10 km. അപ്പോൾ നിങ്ങളിത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്? ഈ എർത്തിൻ്റെ സാറ്റലൈറ്റുകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് ചുറ്റും കറങ്ങുന്നുണ്ട്. അങ്ങനെ കറങ്ങുമ്പോൾ അവിടെ ഒരു സർക്കുലർ പാത്ത് തന്നെയാണ് കേട്ടോ. സർക്കുലർ പാത്തിലാണ് ഇവയെല്ലാം തന്നെ മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവിടെ റേഡിയസ് എന്താണ്? 3.84 into 10⁵ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിന്റോട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എർത്തും ഈ പറയുന്ന മൂണും തമ്മിലുണ്ട്. അപ്പോൾ ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ അവയെ അങ്ങനെ സെൻട്രൽ ആ ഒരു ഗ്രാവിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് ഏത് ഫോഴ്സാണ്? യെസ്, ഇറ്റ് ഈസ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കോരുമ്പോൾ അവിടെ ആ ഒരു സർക്കുലർ പാത്തിൽ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഏതാ? സെൻട്രിപിറ്റൽ ഫോഴ്സാണ്. നമ്മളൊരു സ്ട്രിങ് കയ്യിൽ പിടിച്ചിനെ കറക്കുമ്പോൾ അവിടെ എന്തുണ്ട്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഫോഴ്സ് ഉണ്ട്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്. സോ ഹിയർ ഓൾസോ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ് സപ്ലൈസ് ദ എനർജി അല്ലേ, ഫോഴ്സ് ടു കീപ് ദ മൂൺ ഇൻ ഇറ്റ്സ് സർക്കുലർ ഓർബിറ്റ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളെയൊക്കെ നമ്മൾ പറയുന്നത്, അതായത് മാൻമെയ്ഡ് സാറ്റലൈറ്റുകളാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്നറിയപ്പെടുക. അവയുടെ ഓർബിറ്റൽ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയാലോ? അപ്പോൾ ആദ്യമേ എന്താണ് ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ് എന്ന് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പഠിക്കണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദ വെലോസിറ്റി റിക്വയർഡ് ഫോർ എ സാറ്റലൈറ്റ് to revolve around the earth
ഇൻ എ ഫിക്സഡ് ഓർബിറ്റ്. ഓർബിറ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ എന്താണ്, ദ സർക്കുലർ പാത്ത് ഇൻ വിച്ച് സാറ്റലൈറ്റ് മൂവ്. അപ്പോൾ എന്ത് വെലോസിറ്റിയിലാണോ ഒരു സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും ഫിക്സഡ് ഓർബിറ്റിൽ കറങ്ങുന്നത്, ആ റിക്വയർഡ് വെലോസിറ്റി നമ്മൾ എന്ത് പറയും, ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ദ മിനിമം വെലോസിറ്റി റിക്വയർഡ് ഫോർ എ സാറ്റലൈറ്റ് ടു മൂവ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് അറൗണ്ട് ദി എർത്ത്. ഭൂമിക്ക് ചുറ്റും ആ ഒരു പ്രത്യേക ഓർബിറ്റിൽ കറങ്ങാൻ ആവശ്യമായിട്ടുള്ള മിനിമം വെലോസിറ്റിയെ നമ്മൾ അങ്ങനെ പറയുക, ഓർബിറ്റൽ വെലോസിറ്റി എന്ന്. എല്ലാവർക്കും മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷനാണ്. എങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ വ്യക്തമായിട്ട് കാണാൻ പോകുന്നത്. നമുക്കപ്പോൾ നോക്കിയാലോ. സോ ലെറ്റ്സ് കൺസിഡർ എ സാറ്റലൈറ്റ്. ഒരു സാറ്റലൈറ്റ് നമുക്കിവിടെ കാണാം, അത് എർത്തിനും ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ആ സാറ്റലൈറ്റിൻ്റെ മാസ് കൊടുത്തിട്ടുണ്ട്, സ്മോൾ ലെറ്റർ എം ആണ്. ഇനി റിവോൾവ് ചെയ്ത സമയത്ത് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, ഓർബിറ്റൽ വെലോസിറ്റി എത്രയാണ്, വി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് അറ്റ് എ ഹൈറ്റ് എച്ച് ഫ്രം ദ എർത്ത് സർഫസ്. എർത്തിൽ നിന്ന് എത്രമാത്രം നീങ്ങിയാണ്, എച്ച് ഹൈറ്റ് നീങ്ങിയിട്ടാണ് നമ്മുടെ സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എർത്തിൻ്റെ മാസ് എന്താണ്, ക്യാപിറ്റൽ എം ആണ്. റേഡിയസ് എന്ന് പറഞ്ഞത് എന്താണ്, ക്യാപിറ്റൽ ആർ. അപ്പോൾ ഇത് രണ്ടും എർത്തിൻ്റെ കേസാണ് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സാറ്റലൈറ്റ് എന്തായിരിക്കും, നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എഫ് ഇസ് ഈക്വൽ ടു GMM/r² നമുക്കറിയാം. പക്ഷേ ഇവിടെ റേഡിയസ് 6 മാത്രമേ ഉള്ളൂ. അല്ല, പിന്നെ എന്താണ്, ഇവിടെ റേഡിയസിനെ കൂടെ നിങ്ങൾക്ക് അറിയാമല്ലേ, 6ഉം ഒരു എച്ചും കൂടെ ഇല്ലേ, അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യണം. ടോട്ടൽ റേഡിയസ് എന്ന് പറയുമ്പോൾ R+H ആണ് കേട്ടോ. അപ്പോൾ എഫിൻ്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും, GMM/r² എന്നുള്ളതിന് R+H² എന്ന് വരും. ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. നൗ സെൻട്രിപിറ്റൽ ഫോഴ്സ് റിക്വയർഡ് ഫോർ ദ സാറ്റലൈറ്റ്. അവിടെ സാറ്റലൈറ്റ് ആ സർക്കുലർ ഓർബിറ്റിൽ മൂവ് ചെയ്യണമെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്താണ്. സോ ആ ഫോഴ്സ് നമുക്കൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു mv² ഡിവൈഡ് ബൈ r. അവിടെ നമുക്ക് എന്ത് തന്നെയുണ്ട്, ഹൈറ്റോട് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ R+H നമ്മൾ എടുക്കുക. ഓക്കെ, ദിസ് ഈസ് ആർ സെക്കൻഡ് ഇക്വേഷൻ. എഫിന് വീണ്ടും ഒരു ഇക്വേഷൻ കിട്ടി. സോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ. വി ആർ ഗോയിങ് ടു ഇക്വേറ്റ് ഇറ്റ്. ഓക്കെ, നമുക്കത് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും, ലെറ്റ്സ് സീ ഹിയർ. ഫോർ സ്റ്റേബിൾ റൊട്ടേഷൻ, സ്റ്റേബിൾ ആയിട്ട് ആ ഒരു ഓർബിറ്റ് അതിന് ആ വെലോസിറ്റിയിൽ മൂവ് ചെയ്യണമെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. സോ നമുക്ക് അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും, വി വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ ആസ് mv² ഡിവൈഡഡ് ബൈ R+H ഇസ് ഈക്വൽ ടു GMM/R+H ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്, കോമൺ ആയ ടേംസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം അല്ലേ. അവിടെ ഏതൊക്കെ ടേംസാണ് കോമൺ എന്ന് നോക്കിക്കേ. എം ഇസ് കോമൺ, അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ R+H 1 ടൈം, ഇവിടെ 2 എണ്ണം ഉണ്ട് അല്ലേ. സോ സ്ക്വയർ പോയി. ഇനി നമ്മൾ ബാക്കിയുള്ളതിൽ നിന്നും വെലോസിറ്റി ഇക്വേഷനിലേക്കാണ് വരാൻ പോകുന്നത്. വെലോസിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് വാട്ട് ഈസ് v² നോക്കിക്കേ. v² നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്, v² ഇസ് ഈക്വൽ ടു GM/R+H അല്ലേ. സോ നമുക്ക് ഫൈനൽ ഇക്വേഷനിലേക്ക് വേണം. നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താ, v ആണ് അല്ലേ. സോ v വിൽ ബി ഈക്വലൻ ടു സ്ക്വയർ, v² ആണെങ്കിൽ v കണ്ടുപിടിക്കാൻ വേണ്ടി സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. സോ ദ സ്ക്വയർ റൂട്ട് ഓഫ് GM ഡിവൈഡഡ് ബൈ R+H. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. അപ്പോൾ എല്ലാവർക്കും ഓർബിറ്റൽ വെലോസിറ്റി ഇക്വേഷൻ മനസ്സിലായല്ലോ. ഓർബിറ്റൽ വെലോസിറ്റി v is equal to square root of GM/R+H. This is our final equation for orbital velocity. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഓർബിറ്റൽ വെലോസിറ്റി കുറയുമ്പോൾ ഹൈറ്റ് കൂടും. കാരണം എന്താ, ഓർബിറ്റൽ വെലോസിറ്റി വിയും ഹൈറ്റും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. സോ ഇത് രണ്ടും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ ഹൈറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ഓർബിറ്റൽ വെലോസിറ്റി കുറയും, ആൻഡ് വൈസ് വേഴ്സ. ക്ലിയർ ആണല്ലോ? ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. അപ്പോൾ നമുക്ക് ഈ ഒരു ഓർബിറ്റൽ വെലോസിറ്റി വെച്ചൊരു പ്രോബ്ലം ചെയ്താലോ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ.
നോക്കിക്കേ, ഇവിടെ നമുക്കൊരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഏർത്തിന് ചുറ്റും കറങ്ങുന്നു. അതിൻ്റെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻ കിലോമീറ്റർ. നമ്മളപ്പോൾ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ ഹൈറ്റിനെ മീറ്ററിലേക്കാണ് കൊണ്ടുവരണം. ബിക്കോസ് ഹൈറ്റ് എപ്പോഴും മീറ്റേഴ്സിലാണ് പറയേണ്ടത്. ബിക്കോസ് SI യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ഇസ് മീറ്റർ. അപ്പോൾ എങ്ങനെ എഴുതാം? 3400 × 10⁻³ meters. സാറ്റലൈറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ റേഡിയസ് ഓഫ് ദി എർത്തിൻ്റെ റേഡിയസ്. ഇപ്പോൾ ഹൈറ്റ് പറഞ്ഞ സാറ്റലൈറ്റിൻ്റെയാണ്. ഇനി എർത്തിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R എന്ന് എടുക്കാം. 6400 കിലോമീറ്റർ. അപ്പോൾ അതുകൊണ്ട് ഇനി 10⁻³ meter എന്ന് എഴുതുക. അതുപോലെ ഗ്രാവിറ്റി ഓഫ് ദി എർത്ത് അത് നമുക്കറിയാമല്ലോ, 9.8 m/s² ആണ്. നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് ദി സാറ്റലൈറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയാമല്ലോ. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്ന് ചെയ്തേ. നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമോ എന്ന് മിസ് നോക്കട്ടെ. ഓർബിറ്റൽ വെലോസിറ്റി V നമ്മളിപ്പോൾ കണ്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. √Gm/r + h. ഇവിടെ Gmന് പകരം നമുക്ക് സ്മോൾ g ഇൻറ്റു എന്താ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പഠിച്ചൊരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂടെ അല്ലേ? Gm/r + h എന്നാണ്. എങ്കിൽ പോലും നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? Gm എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി ഈക്വലൻറ്റ് ടു gr². അപ്പോൾ ഇതിനെ എങ്ങനെ എടുക്കാം? gr² / r + h. ഇതായിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുക. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്താലോ? യെസ്. G എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9.8 ആണ്. R 6400 × 10⁻³ സ്ക്വയർ ചെയ്യണം അല്ലേ? ഡിവൈഡഡ് ബൈ എന്താണ്? R + h. R എന്ന് പറയുമ്പോൾ എന്താണ്? 6400 പ്ലസ് h എന്ന് പറയുന്നത് 3400. ഇനി 10⁻³ നമുക്ക് കോമൺ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 6400 എന്ന് കിട്ടും. ആൻഡ് വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ യൂണിറ്റ് എന്തായിരിക്കും? m/s ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ചെയ്തെടുക്കണം. കട്ട് ഡൗൺ ചെയ്തിട്ടൊക്കെ ചെയ്യുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. 2-3 സ്റ്റെപ്സിൽ 6400 m/s ആണ് ഈ ഒരു സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുക കേട്ടോ. സോ ഓർബിറ്റൽ വെലോസിറ്റി V is equal to 6400 m/s. ക്ലിയർ അല്ലേ? അപ്പോൾ പ്രോബ്ലംസ് കൂടുതൽ സോൾവ് ചെയ്യണം. എക്സാം പോയിന്റ് ഗൈഡിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ആ ഗൈഡ് വെച്ച് എന്ത് ചെയ്യുക? കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പീരിയഡ് ഓഫ് എ സാറ്റലൈറ്റ്. ഒരു സാറ്റലൈറ്റിൻ്റെ പീരിയഡ് തന്നെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്താണ് പീരിയഡ് ഓഫ് എ സാറ്റലൈറ്റ്? ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ഫോർ ദ സാറ്റലൈറ്റ് ടു റിവോൾവ് വൺസ് അറൗണ്ട് ദ പ്ലാനറ്റ് ഇൻ ഫിക്സഡ് ഓർബിറ്റ്. ഒരു ഫിക്സഡ് ഓർബിറ്റിൽ ഒരു പ്ലാനറ്റിനെ റിവോൾവ് ചെയ്തുകൊണ്ട് ഒരു സാറ്റലൈറ്റ് വരാനെടുക്കുന്ന സമയത്തെ എന്ത് പറയുക? ടൈം പീരീഡ് എന്ന് പറയുന്നത്. എത്ര സമയം കൊണ്ടാണ് ആ ഒരു ഓർബിറ്റലിൽ ഈ പ്ലാനറ്റിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് സാറ്റലൈറ്റ് വരിക? ഇപ്പോൾ എർത്തിന് ചുറ്റും, ഇത് എർത്താണെങ്കിൽ എർത്തിന് ചുറ്റും ഒരു തവണ കറങ്ങി മൂൺ വരാൻ തിരിച്ച് അവിടെ തന്നെ എത്താൻ സമയം, അതാണ് ടൈം പീരീഡ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ടൈം പീരീഡ് സിമ്പിൾ എന്താണ്? T ആണ് കേട്ടോ. അപ്പോൾ ടൈം പീരീഡ് എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത സിമ്പിൾ ഏതാണ്? The symbol that we use to represent time period or period of satellite എന്ന് പറഞ്ഞാൽ T ആണ് കേട്ടോ. സോ T എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് സർക്കംഫറൻസ് ഓഫ് ദ ഓർബിറ്റ് ബൈ ദ ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റിൻ്റെ സർക്കംഫറൻസ് എന്താണ്? അത് സർക്കിൾ ആയതുകൊണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? അതിനെന്ത് ചെയ്യുക? ഓർബിറ്റൽ വെലോസിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ഫോർ ദ ടൈം പീരീഡ്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കണ്ടേ? നോക്കണം. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടൈം പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ ഡെറിവേഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിനി ടൈം പീരീഡിനൊരു ഡെറിവേഷൻ, ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ട ഇക്വേഷൻ എന്താണ്? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് ഓഫ് ദി ഓർബിറ്റ് ബൈ ഓർബിറ്റൽ വെലോസിറ്റി ആണ് അല്ലേ? അപ്പോൾ ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്കിതിന് ഇക്വേഷനായിട്ട് മാറ്റണ്ടേ? നമുക്കൊന്ന് മാറ്റാം. നമുക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയാണ്. ടൈം പീരീഡ് T is equal to സർക്കംഫറൻസ് ഓഫ് ഓർബിറ്റിനെ എങ്ങനെ എഴുതാം? സർക്കംഫറൻസ് നമ്മൾ ചുറ്റളവ്, സർക്കിൾ ആയതുകൊണ്ട് 2πr എന്നാണ്. പക്ഷെ നമ്മൾ കണ്ടില്ലേ, റേഡിയസിന് കൂടെ ഹൈറ്റ് കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴേ
ടോട്ടൽ റേഡിയസ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2π × r+h എന്നാണ് സർക്കംഫറൻസ് ഓഫ് ദ ഓർബിറ്റ് എടുക്കേണ്ടത്. ഡിവൈഡ് ബൈ ഓർബിറ്റൽ വെലോസിറ്റി എന്നാണ് അല്ലേ. ഓർബിറ്റൽ വെലോസിറ്റി v എന്ന് എടുക്കുക. ഇനി ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങളിപ്പോൾ പഠിച്ചത്, ആ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഓർബിറ്റൽ വെലോസിറ്റിയുടെ v നമ്മൾ എന്താ പഠിച്ചേ? v = തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ഡെറിവേഷൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതായത് √gm ഡിവൈഡഡ് ബൈ r+h. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ ഇക്വേഷൻ 1ലേക്ക് ഈ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ഇക്വേഷൻ 2 in 1. അതായത് ഓർബിറ്റൽ വെലോസിറ്റി വാല്യൂ ഇവിടെ ഡിനോമിനേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമുക്ക് എന്ത് കിട്ടും? ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ കിട്ടാൻ പോകുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് 2π × r+h ഡിവൈഡഡ് ബൈ എന്ത് കിട്ടി? യെസ്, സ്ക്വയർ റൂട്ട് ഓഫ് gm ബൈ r+h. ഇങ്ങനെയാണ് നമുക്ക് ടൈം പീരീഡിന് ഇക്വേഷൻ വരാൻ പോകുന്നത്. ശരിയല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തൊരു പ്രോപ്പർ വാല്യൂയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇങ്ങനെ നോക്കാം. അതിനെ വീണ്ടും ഒന്ന് റൈറ്റ് ചെയ്യാം. t = 2π × സ്ക്വയർ, നമുക്ക് റൂട്ട് എടുക്കാം അല്ലേ. റൂട്ടിലുള്ള എന്താ വരാൻ പോകുന്നത്? ഇറ്റ് ഈസ് r+h² ഡിവൈഡഡ് ബൈ gm. ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. 2π × r+h/gm. ഇനി ഇവിടെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്കിനി ഇക്വേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. സ്മോൾ ലെറ്റർ g എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് സ്മോൾ ലെറ്റർ g എന്ന് പറയുന്നത്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദ എർത്ത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആസ് പെർ ദ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. സ്മോൾ g എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? സ്മോൾ g is equal to gmm. നമുക്കതൊന്ന് വേറൊരു കളറിലൊന്ന് എഴുതി നോക്കാം. ജസ്റ്റ് ആ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഫുള്ളായിട്ട് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു വേണ്ട പോയിന്റ് മാത്രം ഞാൻ ഇവിടെ ഒന്ന് എഴുതി കാണിക്കാം. അതായത് നമുക്ക് സ്മോൾ ജിയുടെ വാല്യൂ ആണ് വേണ്ടത്. സ്മോൾ g is equal to gm/r² ആണെന്ന് നിങ്ങൾക്കറിയാം. നമുക്കിവിടെ gm-ന് ഒരു ഇക്വേഷൻ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് gm എന്താ? g × m എന്ന് പറഞ്ഞാൽ സ്മോൾ g × r² ആണ് അല്ലേ. സോ നമുക്കതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് t ആസ് ടിക്ക് നമ്മൾ വീണ്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. സോ വി വിൽ ഗെറ്റ് ക്യാപിറ്റൽ T ആസ് 2π × √r+h² ഡിവൈഡഡ് ബൈ gm-ന് പകരം ഞാൻ കൊടുക്കാൻ പോകുന്നത് സ്മോൾ g × r² എന്നാണ്. സോ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് കിട്ടി അല്ലേ. 2π × √r+h² ഇതിൽ നിന്ന് ഈ റേഡിയസ് സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ r അല്ലേ. അതായത് √r² എന്ന് പറയുന്നത് റേഡിയസ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? റേഡിയസിനെ പുറത്തേക്ക് എടുക്കാം. സോ വി വിൽ ഗെറ്റ് T ആസ് 2π/r. ഇനി ബാക്കിയുള്ളവർ നമ്മൾ എന്ത് ചെയ്യുന്നു? റൂട്ടിൽ തന്നെ കൊടുക്കുക. ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് r+h² ഡിവൈഡഡ് ബൈ എന്താണ്? g. ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ടൈം പീരീഡ്. ഓക്കെ, ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഇതാണ് 2π/r × r+h² ഡിവൈഡ് ബൈ സ്മോൾ g. അപ്പോൾ നമുക്ക് എർത്തിൻ്റെ റേഡിയസ് അറിയണം, അതുപോലെ ഹൈറ്റ് അറിയണം, അതുപോലെ തന്നെ പിന്നെന്താണ്, അതായത് ഹൈറ്റ് h നിങ്ങൾക്ക് അറിയണം. അതുപോലെ അറിയണം മറ്റൊരു കാര്യം എന്താണ്? ഇറ്റ് ഈസ് സ്മോൾ g. അത് നമുക്കറിയാം 9.8 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വാല്യൂസ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വി വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദ ടൈം പീരീഡ്, ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 റെവല്യൂഷൻ ഇൻ എൻ ഓർബിറ്റ്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു മിനിമം ഓർബിറ്റിന് വേണ്ട ആ ഒരു വാല്യൂയിലേക്കാണ് ആ ഒരു വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഫോർ എ മിനിമം ഓർബിറ്റ് എന്തായിരിക്കും ടൈം പീരീഡ് എന്ന് പറയുന്നത്?
So for a satellite very close to the earth, H can be neglected in comparison to R. അപ്പോൾ R plus H എടുക്കുന്നതിന് പകരം നമ്മൾ R എന്ന് മാത്രം എടുത്താൽ മതി എന്നാണ് പറയുന്നത്. H can be neglected because it is very small value compared to radius. അല്ലേ, റേഡിയസ് വെച്ച് നോക്കുമ്പോൾ ബാക്കി ഹൈറ്റ് നമ്മൾ നെഗ്ലിജിബിൾ അല്ലേ, അപ്പോൾ നമ്മളത് എടുക്കേണ്ടെന്നാണ് പറയുക. അങ്ങനെ വരുവാണെങ്കിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഫോർ ടൈം പീരീഡ്? അപ്പോൾ മിനിമം ഓർബിറ്റ് ആണെങ്കിൽ ടൈം പീരീഡ് നമ്മൾ T0 എന്നാണ് കൊടുക്കുക. അപ്പോൾ T0 കണ്ടുപിടിക്കണം, അതായത് ടൈം പീരീഡ് ഫോർ എ മിനിമം ഓർബിറ്റ്. അങ്ങനെ പറയാൻ നേരത്ത് എടുക്കേണ്ട കണ്ടീഷൻ എന്താണെന്നാണ് മിസ് പറഞ്ഞത്? ദ കണ്ടീഷൻ ഇസ് ദാറ്റ് ഇവിടെ എടുക്കുന്ന സമയത്ത് R പ്ലസ് Hന് നമുക്ക് എന്തായിട്ട് എടുക്കാം? ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു R, റേഡിയസ് ആണ്. അപ്പോൾ നമുക്കിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ T0 എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് എന്തായിട്ട് മാറും? ഇൻ എ മിനിമം ഓർബിറ്റ് ഇറ്റ് വിൽ ബി 2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് R/G എന്ന് വരും. 2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് R/G. ഇവിടെ T0 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ പീരിയഡ് ഓഫ് മിനിമം ഓർബിറ്റ്. T0 ഇസ് ദ പീരിയഡ് ഓഫ് മിനിമം ഓർബിറ്റ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇറ്റ് ഈസ് എ പീരിയഡ് ഓഫ് മിനിമം ഓർബിറ്റ്. ഇനി നമുക്ക് അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. റേഡിയസ് ഓഫ് ദ എർത്ത് നമുക്കറിയാം, ഗ്രാവിറ്റിയുടെ വാല്യൂ നമുക്കറിയാം അല്ലേ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ റേഡിയസ് ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ 6400 കിലോമീറ്റർ ആണ്. അതുപോലെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ് വി വിൽ ഗെറ്റ് ദ ഇക്വേഷൻ വാല്യൂ ഫോർ ദ T0. T0 അപ്പോൾ എന്തായിട്ട് മാറും? വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് സ്ക്വയർ റൂട്ട് ഓഫ് 6.4 into 10 raised to 3 divided by 9.8. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താ? 85 മിനിറ്റ്സ് എന്ന് കിട്ടും. അപ്പോൾ 85 മിനിറ്റ്സ് ആണ് മിനിമം ഒരു ഓർബിറ്റലിൽ ഒരു സാറ്റലൈറ്റിന് ഭൂമിയെ ചുറ്റിക്കറങ്ങി വരാൻ എടുക്കുന്ന മിനിമം ഒരു ടൈം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ടൈം പീരീഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ശരിയല്ലേ? അപ്പോൾ എന്താണ് ടൈം പീരീഡ്, അതുപോലെ മിനിമം ഓർബിറ്റിലെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ T0 എന്താണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാമല്ലോ. നന്നായിട്ട് പഠിക്കണം കേട്ടോ, ഇത് എക്സാമിന് വരാനായിട്ട് ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫൈനൽ ടോപ്പിക്കിലേക്ക് എത്തുവാണ് കേട്ടോ. ഒരു 2 പ്രോബ്ലം കൂടി ചെയ്ത് നമ്മൾ ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കൂടുതൽ വർഷങ്ങളിൽ വന്നിട്ടുള്ള ഒരു ഡെറിവേഷൻ എനർജി ഓഫ് എ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് എനർജി ഓഫ് എൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്? ഒരു സാറ്റലൈറ്റ് അതിൻ്റെ ഫിക്സഡ് പാത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുഭവപ്പെടുന്ന എനർജി എന്താണ്? ദ കൈനറ്റിക് എനർജി ഓഫ് ദ സാറ്റലൈറ്റ്. ഞാൻ പറഞ്ഞില്ലേ മൂവിങ് ആണല്ലേ, ഒരു ഉപഗ്രഹം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് മൂവിങ് അല്ലേ. സോ ആ മൂവിങ് എനർജിയാണ് സർക്കുലർ ഓർബിറ്റിൽ മൂവ് ചെയ്യുമ്പോൾ അറ്റ് എ ഹൈറ്റ് h ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്ത് വിത്ത് സ്പീഡ് v. അതാണ് കൈനറ്റിക് എനർജി KE എന്ന് പറയുന്നത്. സോ നമുക്കതിന് എന്ത് കൊടുക്കാം? അതിൻ്റെ വാല്യൂ 12 mv² എന്നാണ് അല്ലേ, 12 mv². അത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ വിക്ക് നമുക്കിപ്പോൾ ഓൾറെഡി ഓർബിറ്റൽ വെലോസിറ്റിക്ക് മറ്റൊരു ഇക്വേഷൻ കിട്ടിയല്ലോ. എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് GM/R+H². ഇങ്ങനെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. സോ ഈ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 in 1 ഇട്ട് കൊടുക്കുമ്പോൾ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറും? വി വിൽ ഗെറ്റ് ദ കൈനറ്റിക് എനർജി ആസ് ഹാഫ് ഓഫ് m ഇൻറ്റു v²ന് പകരം ഇതിനെ സ്ക്വയർ എടുക്കുക. അപ്പോൾ എന്ത് വരും? ഇറ്റ് വിൽ ബിക്കം GM/R+H². അവിടെ നിന്ന് പോകും അല്ലേ. അപ്പോൾ എന്തായി? ഇങ്ങനെ നമുക്കൊരു ഇക്വേഷനിലേക്ക് എത്തും, 12 m ഇൻറ്റു GM/R+H. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? യെസ്, ഈ ഒരു പോയിന്റ് നിങ്ങൾ കൈനറ്റിക് എനർജിയുടെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതറിയാമെങ്കിൽ ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ദ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഡിസ്റ്റൻസ് R+H. പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ഡിസ്റ്റൻസ് R+H ഫ്രം ദ സെൻറ്റർ ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് R+ ദൂരത്ത് അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഫ്രം ദ സെൻറ്റർ ഓഫ് ദി എർത്ത്.
പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്തെടുക്കാം? പി ഈസ് ഈക്വൽ ടു എന്തായിട്ട് വരും? മൈനസ് GMM ഡിവൈഡഡ് ബൈ R പ്ലസ് H. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ എനർജി. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ എനർജി. സോ ടോട്ടൽ എനർജി വിൽ ബി ദ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ? അപ്പോൾ ഈ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി ദ സം ഓഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നമുക്ക് നോക്കാം. പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ നമുക്ക് കിട്ടി തൊട്ട് മുമ്പ് അല്ലേ? എന്താ കിട്ടിയത്? ഹാഫ് ഓഫ് GMM ഡിവൈഡഡ് ബൈ R പ്ലസ് H ഇൻറ്റു കൈനറ്റിക് എനർജി കിട്ടി. ഇനി പൊട്ടൻഷ്യൽ എനർജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്കിവിടെ ഇക്വേഷൻ ഓൾറെഡി ഉണ്ട്. GMM നെഗറ്റീവ് ആണ്, മൈനസ് GMM ബൈ R പ്ലസ് H. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കട്ട് ചെയ്യേണ്ടതെല്ലാം കട്ട് ചെയ്ത് കളയുക. സോ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത് നോക്കിക്കേ. ഇവിടെ എന്താണ് വരാൻ പോകുന്നത്? ഒരുമിച്ചൊന്ന് എഴുതിയാൽ മതി അല്ലേ? സോ നമുക്കിവിടെ നിന്ന് ഫൈനൽ ഇക്വേഷനിലേക്ക് എഴുതാം. We will get it as E is equal to minus 1/2 GMM. അതങ്ങനെ തന്നെ. ഇനി എന്താണ് താഴെ വരാൻ പോകുന്നത്? R പ്ലസ് H. R പ്ലസ് H. ഓക്കെ, സോ E is equal to minus half of GMM by R plus H. This is the total energy. Okay, total energy of an orbiting satellite എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഹാഫ് ഓഫ് GMM by R plus H. That is the equation. മനസ്സിലായോ? അപ്പോൾ ഇത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി എല്ലാവരും പഠിക്കണം കേട്ടോ. ഇനി നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനിലേക്കാണ് വരുന്നത്. What is the condition for the total energy to escape from the gravitational field of the Earth? If the total energy of the satellite is either 0 or positive, it can escape to infinity. അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ആൻസർ എന്ന് പറയുന്നത്. സോ ദ കണ്ടീഷൻ ഇസ് ക്ലിയർ ടു യു? ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഒരു ചാപ്റ്ററിൻ്റെ എൻഡിലെത്തിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ കുറേ ഡെറിവേഷൻസ് കണ്ടല്ലേ? ചെറുതും വലുതുമായിട്ടുള്ള കുറേ ഡെറിവേഷൻസ് ഉണ്ട്. പക്ഷേ തിയറി പഠിക്കാൻ വളരെ കുറവാണ് അല്ലേ? കൂടുതൽ ഡെറിവേഷൻസ് ആണ്, കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് നിങ്ങൾ എക്സാം പോയിന്റ് ഗൈഡ് റെഫർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ ആഷ്ലി മിസ് സേയിങ് ബൈ.